മനസ്സിലായിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ? നമ്മളെപ്പോഴും പറഞ്ഞൊരു മാറ്ററാണ്, അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, അതാണ് ഇപ്പം പറയുന്നത്. മനസ്സിലായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ പറയും മനസ്സിലായില്ല. മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ? നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആളിയാന്ന് ചോദിച്ചിട്ട് അതാണ് മാ ഫഹിംതുൽ മൗദൂ യാ ഹബീബി മാ ഫഹിംത്. മാ എന്ന് ചേർത്തിയാൽ മതി, ഇല്ലേ എന്ന അർത്ഥത്തിന്. യഥാർത്ഥത്തിൽ സംസാര ഭാഷയിൽ ക്വസ്റ്റ്യന് വേണ്ടി ഒരു വാക്കും ഉപയോഗിക്കേണ്ടതില്ല, ഹൽ എന്നത് ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് മാ ഫഹിംത് യാ ഹബീബി മാ ഫഹിംത്, മനസ്സിലായില്ലേ? മാ ഫഹിംത് യാ ഉഖ്തി, നിനക്ക് മനസ്സിലായില്ലേ? അവിടെ ഇതാണ് മാ ഫഹിംത് എന്നാണ്. വല്ലാഹി മാ ഫഹിംതുൽ മൗദൂ, മാ ഫഹിംതുൽ മൗദൂ, എനിക്ക് സബ്ജക്റ്റേ തിരിഞ്ഞിട്ടില്ല, എനിക്ക് സബ്ജക്റ്റ് തന്നെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇവിടെ ഫഹിമ എന്നാൽ മനസ്സിലായി, മനസ്സിലാക്കി എന്നൊക്കെ അർത്ഥം. മനസ്സിലാക്കി കൊടുത്തു എന്നല്ല കേട്ടോ, ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന അർത്ഥത്തിന് ഫഹിമാണ്. അപ്പം എനിക്ക് മനസ്സിലായി എന്ന് പറയാൻ മലയാളത്തിൽ എനിക്ക് എന്നുള്ളതിന് ലീ എന്നാണല്ലോ, അങ്ങനെ കണക്കൂട്ടി ഫഹിമ ലീ എന്ന് പറയണ്ട, അതാണ് ടിസ് എന്നാണ്. അങ്ങനെ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പം എന്താണ് അവിടെ കിട്ടി എന്ന് പറയാൻ ഹെസൽ ലീ എന്ന് പറയണം. മലയാളത്തിൻ്റെ അറബി ഗ്രാമർ നോക്കുമ്പോൾ ഹെസല കിട്ടി ലീ എനിക്ക്, അപ്പം എനിക്ക് കിട്ടി ഹെസൽ ലീ പറയണ്ട, ഹെസൽത്ത് എന്ന് പറഞ്ഞാൽ മതി, അത് അറബിയുടെ ശൈലി. ഫഹിമ മനസ്സിലായി എന്നുള്ള, ഫഹിമ ലീ എന്ന് പറയണ്ട, ഫഹിംത്ത് എന്നാണ് പറയാൻ. ഞാൻ മനസ്സിലാക്കിയെന്നും അല്ല ഇതർത്ഥം. ഞാൻ മനസ്സിലാക്കിയത് അന ഫാഹിം എന്നാണ്, എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നർത്ഥം കേട്ടോ. ഞാൻ മനസ്സിലാക്കിയെന്നല്ല ഫഹിംതു തന്നെയാണ്, സോറി, ഫഹിംതു എനിക്ക് മനസ്സിലായി, അല്ല ഞാൻ മനസ്സിലാക്കി എന്നാണ്. അപ്പോൾ മലയാള രീതി അനുസരിച്ച് ഫഹിമ ലീ എന്നാരോ തെറ്റു പറയുന്നത് കേട്ടു, അങ്ങനെ പറയരുത്. ഓക്കെ, അനഫാഹിം. അതിൻ്റെ ഇസ്മഫൂൽ രീതി പറയുകയാണെങ്കിൽ മഫ്ഹൂം, വല്ലഹാദ മഫ്ഹൂം. അല്ല, ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ, അല്ലെ പറഞ്ഞ എന്താ മനസ്സിലാകുന്നത്? ഉഷിൽ മഫ്ഹൂം, അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? ഉഷിൽ മഫ്ഹൂം, ഷിനു അൽ മഫ്ഹൂം, എന്താണ് അതിൻ്റെ ടോട്ടൽ മനസ്സിലായത് എന്ന് ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഫാഹിം എന്നും ഫഹിംതി എന്നും മാ ഫഹിംതി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ആൾ ശരിക്ക് തിരിവുള്ള ആളാണ് എന്ന് കളിയാക്കിയിട്ടും പറയും, നല്ലവർക്കും പറയും. ഹാദ ഫഹ്മാൻ, ഫഹ്മാൻ പറയും. ഏതുപോലെ സലാൻ എന്ന് പറയുന്നത് പോലെ ഫഹ്മാൻ എന്ന ആൾക്കാർ പറയും. അതൊക്കെ അറബിയിൽ സാഹിത്യ അറിവിലുണ്ടോയെന്ന് എനിക്കറിയില്ല. സംസാര ഭാഷയിൽ ഇവർ എപ്പോഴും പറയുന്നത് ആൻത ഫഹ്മാൻ. ചിലപ്പോൾ അയാളൊന്ന് കളിയാക്കിയിട്ട് പറയും, അങ്ങനെയൊക്കെ പറയും, അൻത ഫഹ്മാൻ, ആളൊരു ഭയങ്കരന്മാരാണ്, എല്ലാം കാര്യങ്ങളും മനസ്സിലാക്കുന്ന ആളാന്ന് പറയും. ഓക്കെ, അതിൻ്റെ വേറൊരു ഭാഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് മനസ്സിലാക്കി തരൂ, എനിക്ക് എനിക്കത് മനസ്സിലായിട്ടില്ല, ഒന്ന് മനസ്സിലാക്കി തരൂ. അങ്ങനെയൊക്കെ ഉദ്ദേശം ഉണ്ടോ? ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ പിന്നെ ആഗ്രഹിക്കണം, ഞാൻ പറഞ്ഞുതരാം. ഫഹിംനി, ഫഹിംനി, എനിക്ക് മനസ്സിലാക്കി തരൂ. ഫഹംതനി, ഇപ്പം ഞാൻ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാവും, ഞാൻ എന്നെ പിന്നെ നമ്മുടെ ദുക്തൂർ അഹമ്മദ് എനിക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ദുക്തൂർ അഹമ്മദ് ഗാലി വ ഫഹമനി, ഫഹമനി, മനസ്സിലാക്കി തന്നു. അന ഫഹംതുലു, അന ഫഹംതുലു, ഞാൻ അവന് മനസ്സിലാക്കി കൊടുത്തു. വല്ലാന ഫഹംതു ലഹാ, അവൾക്ക് ഞാൻ എല്ലാം മനസ്സിലാക്കി കൊടുത്തു. വലാകിൻ മാ ഫഹം, അവൾക്ക് മനസ്സിലാകുന്നില്ല. ഈ രീതിയിൽ ടെൻസുകളുടെ കൃത്യത നിങ്ങൾക്കറിയണോ? അറബിക് യൂണി ഫോളോ ചെയ്യുക. 300 ബാച്ച് പിന്നിട്ട് സന്തോഷത്തിലാണുള്ളത്. നിങ്ങൾക്കും അതിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ പഠിക്കണ്ട. അസ്സലാമു